ഹായ് ഫ്രണ്ട്സ്, പാലക്കാരൻ മീഡിയയുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അക്വേറിയം ഇൻറ്റേർണൽ ഫിൽറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഒരു വർക്കിങ്ങും ഉണ്ട്. വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അക്വേറിയം ഇൻറ്റേർണൽ ഫിൽറ്ററാണ്. സോബ ആണ് ബ്രാൻഡ്. അതൊരു ലീഡിങ് അക്വേറിയം പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ മോഡൽ പറയാം. ഇത് സോബോയുടെ WP1105F എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പ്രൈസ് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ സ്പെക്ക് നമുക്കൊന്ന് നോക്കാം. ദ ഫിൽട്ടർ സ്പോഞ്ച് അബ്സോർബ്സ് ഡേർട്ട് ആൻഡ് ക്ലിയേഴ്സ് ദ വാട്ടർ. അപ്പം ഇതിനകത്ത് സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ ഇത് വെള്ളത്തിലുള്ള വേസ്റ്റുകളൊക്കെ വലിച്ചെടുത്ത് ഉള്ള ഒരു പരിപാടിയാണിത്. എന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനായിട്ടുള്ളത് സൂട്ടബിൾ ഫോർ ബോത്ത് ഫ്രഷ് ആൻഡ് സാൾട്ട് വാട്ടർ. അപ്പം ഫ്രഷ് വാട്ടറിൽ നമുക്ക് ഉപയോഗിക്കാം, സാൾട്ട് വാട്ടറിൽ മറൈൻ അക്വേറിയമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സാൾട്ട് വാട്ടറിലൊക്കെ ഉപയോഗിക്കാം. അതായത് ഫുള്ളി സബ്മേഴ്സിബിൾ ആൻഡ് ഐഡിയൽ ഫോർ എനി അക്വേറിയം ഫിൽട്രേഷൻ. അതായത് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുക്കിയിടാവുന്നതാണ്. ഏത് അക്വേറിയത്തിലും യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ബോക്സിൽ നമുക്ക് 999 രൂപയാണ് ബോക്സ് പ്രൈസ്. ഒറിജിനൽ പ്രൈസ് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ബഡ്ജറ്റ് ഒതുങ്ങുന്ന നല്ല ഫിൽറ്ററാണ് എടുത്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തപ്പി. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. വളരെ ചെറുതാണ്. ഇതിൻ്റെ ഒരു എനർജി കൺസപ്ഷൻ പറയുകയാണെങ്കിൽ 5 വാട്ട്സേ ഉള്ളത്. കറണ്ട് അങ്ങനെ വലുതായിട്ട് നമുക്ക് ചിലവാകില്ല. അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെയാണിത്. ഇത് നമുക്ക് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാനായിട്ടുള്ള സെറ്റപ്പ്, ബാക്കിയുള്ള അതിൻ്റെ ഫിറ്റിങ്സുകളൊക്കെയാണിത്. ഇത്രയും കൂട്ടാണ് ഇതിലുള്ളത്. പിന്നെ അതല്ലാതെ ഇത് നമുക്ക് ഈ ഫിൽട്രേഷനും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള എയർ വലിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിനുള്ളതാണിത്. ഒരു പൈപ്പും അതിൻ്റെ അറ്റത്തൊരു കണക്ടറൊക്കെ ഉണ്ട്. അത് ഞാൻ വർക്കിംഗ് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, സേഫ്റ്റി കൺസിഡറേഷനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഷീറ്റുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുവാണ്. നമുക്ക് ഒരേ സമയം വെള്ളം ഫിൽട്ടർ ചെയ്ത് മാത്രം പോകാനുള്ളതും അതുപോലെ പുറത്തുനിന്ന് എയറും ഫിൽട്രേഷനോട് നടക്കാനുള്ള സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും പാർട്സുകളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 1 2 3 4 5 6 ഒരു 6 പാർട്സും ഫിൽറ്ററുമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് നമുക്ക് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാനായിട്ടുള്ള ഐറ്റമാണ്. ഈ പീസ് നമ്മൾ ഈ പീസ് ഇതിനകത്ത് ഹോളുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിങ്സ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിൽറ്ററിൻ്റെ ഔട്ടറുണ്ട്. ഈ ഔട്ടറിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്താൽ മതി ഇവിടെ തന്നെ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ്. നമ്മൾ ഈ കവറിൽ കാണിച്ച ഈ ഫിറ്റിങ്സാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് വെള്ളം വരും. വേസ്റ്റ് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്ന് വലിച്ചുകൊണ്ടിരിക്കും. വേസ്റ്റ് എല്ലാം സ്പോഞ്ചിൽ കയറി പിടിച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഇതിൽ കൂടെ വെള്ളം വീണുകൊണ്ടിരിക്കും. ഇതൊള്ളി ഫിൽട്രേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു സെറ്റപ്പ് കൂടെ കാണിച്ചു തരാം. ഇതാണ് അടുത്ത സെറ്റപ്പ്. ഈ പൈപ്പിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഈ കണക്ടർ പിടിപ്പിക്കുക. ദെൻ മറ്റേ അറ്റം നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുക. ഇവിടെ സംഭവിക്കുക. എന്നിട്ട് ഇതൊരിക്കലും വെള്ളത്തിനകത്തേക്കല്ല, ഇത് നമ്മൾ അക്വേറിയത്തിന് പുറത്തേക്ക് ഇടുക. ഇത് പുറത്തുനിന്നുള്ള എയർ വലിക്കാനുള്ളതാണ്. എയർ വലിച്ച് ഇതിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ തള്ളുകയുള്ളൂ. അപ്പോഴും ഫിൽട്രേഷനും എയറൂടെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ 2 പരിപാടിയാണ് നടക്കുന്നത്. നമ്മൾ വേസ്റ്റ് ഇതിലേക്ക് വലിച്ച് ഫിൽട്ടർ ചെയ്ത് വെള്ളം പുറത്തേക്ക് ഇടുന്നത്. അതുപോലെ പുറത്തുനിന്നുള്ള എയർ ഇതിൽ കൂടെ അകത്തേക്കും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 2 സെറ്റപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഒരു സെറ്റപ്പിൽ ഇത് ഫിക്സ് ചെയ്തു. ഇത് ജസ്റ്റ് ഫിൽട്രേഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് കണക്ട് ചെയ്ത് ഞാൻ മുമ്പ് കാണിച്ച പോലെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അക്വേറിയത്തിലേക്ക് ചെയ്യാം. സബ്മേഴ്സിബിളാണ് നമ്മൾ അങ്ങ് മുക്കി വെക്കുക. പഞ്ച് ചെയ്തങ്ങ് വെച്ചാൽ മതി, പഞ്ചായിട്ടിരുന്നോളൂ. വാക്കം ക്ലിപ്പ് അതേ പഞ്ചായിട്ടിരിപ്പുണ്ട്.
നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. ഓക്കെ, വെള്ളം വീഴുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നല്ലേ. അപ്പോൾ ആ പൈപ്പിനകത്തൂടെ വെള്ളം ഫിൽട്ടർ ചെയ്ത് വീഴുന്നുണ്ട്. ഇതാണ് ഒരു സെറ്റപ്പ്. വെള്ളം ഇത് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിനി ഒരു സെറ്റപ്പ് കൂടെ നോക്കുകയാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന സെറ്റപ്പാണ് ഇപ്പോൾ നോക്കിയത്. നമ്മൾ ആ ഫിറ്റിങ്സ് ഊരുകയാണ്. ഊരി ഇത് നമ്മൾ ഈ പൈപ്പും ഈ ഒരു കണക്ടറാണ് അതിലിടുന്ന പോർഷനാണ് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ നമ്മൾ വീണ്ടും മുക്കുവാണ്, പഞ്ച് ചെയ്ത് വെച്ചു. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് പുറത്തുനിന്ന് നമുക്ക് എയർ വലിക്കാനുള്ള, അപ്പോൾ അത് പുറത്തേക്ക് ഇടുക ഇങ്ങനെ. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇതൊരു ക്യാപ്പാണ്, ഇത് നമുക്ക് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എയർ വലിക്കും അകത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എയർ ഫോഴ്സ് പുറത്തേക്ക് തള്ളുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ക്യാപ്പ് ഒന്ന് അടയ്ക്കുകയാണ്. അപ്പോൾ ചെറിയൊരു മിനിമൽ ഫോഴ്സ് അതേ ഉള്ളൂ. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് ഇത് ഫിൽട്ടർ ചെയ്ത് പുറത്തുനിന്ന് എയറും തള്ളുന്നുണ്ട്, ഒരേ സമയത്ത് ഫിൽട്ടറോട് ചെയ്യുന്നുണ്ട്. വേസ്റ്റൊന്നുമല്ല, അല്പം ഫിഷ് ഫുഡാണ്. നമ്മളിത് ഫിൽട്ടർ വലിക്കുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ട് നോക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചോ, അടിയിൽ നോക്കിയാൽ നിങ്ങൾ ശരിക്ക് വലിക്കുന്നുണ്ട്. എന്ത് വേസ്റ്റേജ് ഉണ്ടെങ്കിലും അത് ആ സ്പോഞ്ചിലേക്ക് വലിച്ചെടുത്തോളും. പക്കാ ഫിൽറ്ററിങ് ആണ്. ഞാൻ നിങ്ങളുടെ വർക്ക് ചെയ്ത് കാണിച്ചതിന് ശേഷം ഈ സാധനം നമ്മൾ പുറത്തേക്ക് എടുത്താണ്. ഇത് മറ്റൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ അഴിക്കുന്ന അടിവശം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെ കൂടിയാണ്. ഞാൻ സ്പോഞ്ച് എടുത്ത് കാണിച്ചു തരാം. സ്പോഞ്ചിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ആ ഇട്ട് കാണിച്ച ആ ഫിഷ് ഫീഡെല്ലാം വലിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചെന്ന് കരുതി ഫീഡ് മൊത്തം ഇതിനകത്തോട്ട് പോകുന്നല്ല. നിങ്ങൾ ഫിഷ് തന്നെ ഫീഡ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടുത്തൊന്നും അല്ലാതെ കുറച്ചങ്ങ് മാറ്റി ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് നമ്മൾ കൊണ്ടുപോയി ടാപ്പിൽ കൊണ്ടുപോയി കഴുകിയാൽ മതി. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സംഭവം സെറ്റായി. എന്നിട്ട് നമ്മൾ അടച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് ഈസിയായിട്ട് അക്വേറിയം ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇത് ആദ്യം കാണിച്ച ഈ സെറ്റപ്പ്, ഈ നമ്മൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഈ സെറ്റപ്പ് വെച്ചപ്പോൾ അത്രയും ഫിൽറ്ററിങ് ആ ഒരു വലി എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാനിപ്പോൾ രണ്ടാമത്തെ സെറ്റപ്പ് കാണിച്ചില്ലേ, ആ രണ്ടാമത്തെ സെറ്റപ്പിലാണ് ഇച്ചിരൂടെ നമുക്ക് വേസ്റ്റ് അകത്തേക്ക് വലിക്കാൻ ഇച്ചിരൂടെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നമ്മൾ സാധനം വർക്ക് ചെയ്ത് നോക്കി, നല്ല പക്കാ സാധനമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഈ പൈസയ്ക്ക് അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് നല്ല ലാഭമാണ്. അത്യാവശ്യം ഫിൽട്രേഷൻ നടക്കും, അതുപോലെ എയറും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആണ്. അതുപോലെ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ചെറിയ സൈസാണ്. ഇതിൻ്റെ വലിയ സൈസ് അവൈലബിൾ ആണ്. വലിയ അക്വേറിയത്തിലൊക്കെ അതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ചുകൂടെ ഒരു മീഡിയം അല്ലെങ്കിൽ ചെറിയ അക്വേറിയത്തിലും ചെറു മീനുകളൊക്കെ ഉള്ള അക്വേറിയത്തിലുമൊക്കെ പറ്റിയ ഫിൽറ്ററാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ഈ ഒരു ഫിൽറ്റർ പമ്പ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൻ്റെ ലിങ്കാണ്, നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ എങ്ങനെ പ്രോഡക്റ്റ് ഇഷ്ടമായോ? നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.